നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും കാണുന്ന മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ്. മുക്കുറ്റി കേരളത്തിൽ പല ദേശങ്ങളിലും പല പേരുകളിലായാണ് അറിയപ്പെടുന്നത്. അവയിൽ ചിലത് നിലംതെങ്ങ്, ജലപുഷ്പം എന്നിങ്ങനെയാകുന്നു. 8 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള ഇവയ്ക്ക് ഒരു കൊല്ലമാണ് ആയുസ്. 5 ഇതളുകളുള്ള ഇവയുടെ പൂക്കൾക്ക് 10 കേസരങ്ങളും 5 അറയുള്ള അണ്ഡാശയവും ഉണ്ടാകും. വിത്തുകൾ മണ്ണിൽ വീണ് മഴക്കാലങ്ങളിൽ മുളച്ച് വളരുന്നു. മെഡിക്കൽ സയൻസ് പണ്ട് ഇത്രയും വികസിക്കാത്ത കാലത്ത് പല രോഗങ്ങൾക്കുമുള്ള പരിഹാരമായും ആരോഗ്യത്തിനായും ഇത്തരം സസ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം തന്നെ ഔഷധ ഗുണം നൽകുന്നവയാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ചെടിയായ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വലുതാണ്. ചെറിയ സസ്യമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ പരിഗണന നൽകാറില്ല. പ്രമേഹത്തിനുള്ള നല്ല ഒന്നാന്തരം മരുന്നാണിത്. കടയോടെ പറിച്ച് കഴുകി വൃത്തിയാക്കി ചതച്ച് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് പ്രമേഹത്തിന് പരിഹാരമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാൻ ഇത് നല്ലതാണ്. തേനീച്ച, കടന്നൽ തുടങ്ങി ചെറിയ വിഷജീവികളുടെ കടിയേറ്റാൽ മുക്കുറ്റി അരച്ച് വിഷബാധയേറ്റ സ്ഥലത്ത് പുരട്ടുന്നത് നല്ലതാണ്. മുക്കുറ്റി, മഞ്ഞൾ, തേൻ എന്നിവ ചേർത്ത് കഴിക്കുന്നത് അൾസർ മാറാൻ നല്ലതാണ്. വയറുവേദനയ്ക്കും വയറിളക്കത്തിനും ഉത്തമ പരിഹാരമാണ് മുക്കുറ്റി. ഇതിൻ്റെ ഇലകൾ അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുന്നത് വയറിളക്കത്തിന് ആശ്വാസം നൽകുന്നു. അതുപോലെ തന്നെ മുക്കുറ്റി വേരോടെ അരച്ച് തേനിനൊപ്പം കഴിക്കുന്നത് ചുമയ്ക്ക് ആശ്വാസമേകുന്നു. കഫക്കെട്ട് മാറാനും ഇത് ഗുണകരം. മുക്കുറ്റി ഇല അരച്ച് നെറ്റിയിലിട്ടാൽ പനിക്ക് ശമനമുണ്ടാകും. ശരീരത്തിലേൽക്കുന്ന ചെറിയ മുറിവുകൾ, പൊള്ളലുകൾ എന്നിവ ഉണക്കാനും മുക്കുറ്റി സഹായിക്കുന്നു. ഇങ്ങനെ നാട്ടിൻ പ്രദേശത്ത് മഴക്കാലങ്ങളിൽ കാണുന്ന ഈ കുഞ്ഞൻ സസ്യത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്.